തെരുവുനായ വിഷയവുമായി ബന്ധപ്പെട്ട മന്ത്രി കെ ടി ജലീലും മേയർ പ്രശാന്തും ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. വളരെ ദാരുണമായിട്ടുള്ളൊരു അവസ്ഥയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. തെരുവ് നായ്ക്കളുടെ ശല്യം നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും തെരുവ് നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഭീതിതമായിട്ടുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആക്രമണകാരികളായിട്ടുള്ള മൃഗങ്ങളെ കൈകാര്യം ചെയ്യാൻ നിലവിൽ തന്നെ നിയമം അനുവദിക്കുന്നുണ്ട്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുമുണ്ട്. മൃഗങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ തടയുന്ന നിയമം നമ്മളുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് കൊണ്ട് കോടതി ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അമരത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ കൃത്യനിർവഹണത്തിൽ മടിച്ച് അറച്ച് നിൽക്കേണ്ടി വരുന്നത് ഒരുപാട് നിയമ കുരുക്കുകളിലേക്ക് തങ്ങൾ വലിച്ചിഴക്കപ്പെടുമോ എന്നുള്ള ഭയമാണ്. പക്ഷെ അങ്ങനെ ഇനി ഹെസിറ്റേറ്റ് ചെയ്ത് നിൽക്കാൻ നമുക്ക് കഴിയില്ല. ജനങ്ങളുടെ ജീവൻ വളരെ പ്രധാനമാണ്. ആളുകളുടെ സുരക്ഷ തന്നെയാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മർമ്മപ്രധാനമായിട്ടുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പെടുന്ന നേതാക്കളും ഇക്കാര്യത്തിൽ അവരവരുടേതായിട്ടുള്ള നയം വ്യക്തമാക്കി കഴിഞ്ഞു. ആർക്കും ഇക്കാര്യത്തിൽ അഭിപ്രായാന്തരം ഇല്ല. വളരെ ശക്തമായിട്ട് ഇതിനെ നമുക്ക് ഫേസ് ചെയ്തേ പറ്റൂ. ആക്രമണകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ ഒരു പ്രത്യേക മരുന്ന് കുത്തിവെച്ച് കൊല്ലണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അതിനുള്ള നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശക്തമായിട്ടുള്ള നിർദ്ദേശം ഇന്ന് തന്നെ കൊടുക്കണമെന്ന് രാവിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിട്ട് നടന്ന ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ വർഷം മാത്രം നടത്തി നിർത്താൻ കഴിയുന്ന ഒരു ക്യാമ്പയിൻ അല്ല. 3 വർഷം തുടർച്ചയായിട്ട് ഈ ക്യാമ്പയിൻ നടത്തണം. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും 3 വർഷം നമ്മൾ ഇത് നടത്തിക്കൊണ്ടേയിരിക്കണം. എങ്കിലേ അതിന് നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. കന്നി ചിങ്ങം മാസങ്ങളിലാണ് ഇവയുടെ കൂടിച്ചേരലുകൾ വളരെ കൂടുതലായിട്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കാലയളവിൽ തെരുവ് നായ്ക്കളുടെ ശല്യം കൂടുകയും ആളുകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും വ്യക്തികളും പറയുന്നത്. പക്ഷെ ഒരു സ്ഥായിയായിട്ടുള്ള സംവിധാനമാക്കി നമുക്ക് ഈ സ്റ്റെറിലൈസേഷൻ പ്രോസസ് നിലനിർത്തണം. 3 ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് ഒരു മൊബൈൽ ആനിമൽ സ്റ്റെറിലൈസേഷൻ യൂണിറ്റ് ആരംഭിക്കുവാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. വരുന്ന പ്രൊജക്റ്റിൽ ഇതിന് ആവശ്യമായിട്ടുള്ള പണം നീക്കിവെക്കണം എന്നും അനുശാസിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഡോക്ടർമാരും വേണം. ഇതിന് സാധാരണ ഒരു മനുഷ്യനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട സൗകര്യങ്ങളുടെ സമാന സൗകര്യങ്ങൾ വേണമെന്നൊക്കെയാണ്. പക്ഷേ എന്നാൽ പോലും 2-3 ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇവയെ പരിചരിക്കണം, മരുന്നുകൾ നൽകണം. അങ്ങനെയാണ് നമുക്ക് ഈ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പം ഇതിന് 3 ബ്ലോക്കുകളിൽ ഒരു സ്റ്റെറിലൈസേഷൻ യൂണിറ്റ് എന്നുള്ള രൂപത്തിലാണ് വരുന്ന വർഷങ്ങളിൽ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ജോയിന്റ് പ്രൊജക്റ്റുകളായി ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക്, കോർപ്പറേഷനൊക്കെ തീർച്ചയായിട്ടും അത് 1-2 സംവിധാനം മൊബൈൽ ഇതുപോലെയുള്ള യൂണിറ്റുകൾ വേണ്ടിവരും. അപ്പം നിലവിലുള്ള ഡോക്ടർമാരുടെ സേവനം നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വെറ്റിനറി കോഴ്സ്
കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അവസാന വർഷം സാധാരണ ഇപ്പോൾ ഹൗസ് സർജൻസി ഒക്കെ ചെയ്യുന്നത് പോലെ ഒരു സ്റ്റൈപ്പൻഡ് കൊടുത്ത് ആ രൂപത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അവരുടെ സേവനം ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ എന്ന് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ മേലാധികാരികളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതായിരിക്കും കുറച്ചുകൂടി പ്രായോഗികമായിട്ടുള്ള വഴി. നിലവിൽ തന്നെ നമ്മളുടെ പല പോസ്റ്റുകളും വേക്കൻ്റ് ആയി കിടക്കുന്നത് കൊണ്ട് പ്രയാസം ആ രംഗത്ത് നേരിട്ടേക്കാം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം മുഖേന ഡോക്ടർമാരുടെ സേവനം ആനിമൽ ബർത്ത് കൺട്രോള് ABC പ്രൊജക്റ്റുകൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വെക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. സ്റ്റെറിലൈസേഷൻ ഏതാണ്ട് 2000-ഓളം രൂപയാണ് ഒരു തെരുവ് നായയെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെലവാക്കേണ്ടി വരുന്നത്. ഇതൊക്കെ കാലങ്ങളായിട്ട് വളരെ ഭാഗികമായിട്ട് ആണ് നടന്നു വരുന്നത്. പക്ഷെ അത് കൂടുതൽ സുശക്തവും വ്യവസ്ഥാപിതവുമായ രൂപത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു നായയുടെ പുറത്തൊരു സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ അതിന് 500-600 രൂപ ചെലവാക്കി ചെയ്യുന്ന, അതിനോടൊപ്പം തന്നെ പേവിഷ പ്രതിരോധ മരുന്ന് വാങ്ങുന്നതിന് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ലോബിയെ പ്രതിരോധിക്കാൻ വാക്സിൻ ലോബി അടക്കമുള്ളവർ കോടതിയിൽ സർക്കാരിനെതിരെ പോകുമ്പോൾ അതിനെതിരെ മൂവ് ചെയ്യാൻ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല? സിറ്റിസൺ കമ്മിറ്റി ഉണ്ട്, അതിന്റെ സിറ്റിംഗ് പോലും നടക്കാറില്ല. ഇന്നിപ്പോൾ ചേരുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ഇതിന് മുൻപ് നടന്നിട്ടില്ല. ഒരു അത്യാഹിതം ഉണ്ടാകുമ്പോൾ മാത്രം കൂടുന്ന ഒരു സെറ്റപ്പിലേക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ അടക്കം സർക്കാർ അടക്കം മാറിയത് കൊണ്ടല്ലേ ഈ ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇക്കാര്യത്തിലൊരു ഇടപെടലിന് ഇപ്പൊ കോടതിയുടെ നിരീക്ഷണം, അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രാലയത്തിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ അഭിപ്രായ പ്രകടനങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ആർക്കും ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ളൊരു അഭിപ്രായം പറയാൻ കഴിയാത്തൊരു സ്ഥിതി നിലനിന്നിരുന്നു. ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ അഭിപ്രായം പറയുന്നത്. എന്തു വരികയാണെങ്കിലും വരട്ടെ. കാരണം ആളുകളുടെ ജീവന് വലിയ ഭീഷണിയായിട്ട് തെരുവ് നായ്ക്കളുടെ ശല്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് നമുക്ക് നേരിട്ടേ പറ്റൂ. മുൻകാലങ്ങളിൽ അപാകതകൾ സംഭവിച്ചിട്ടുണ്ടാകാം, പക്ഷെ ഇനി ആ അപാകതകൾ ആവർത്തിക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇക്കാര്യത്തിലൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ അദ്ദേഹം ഇന്നലത്തെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചിരുന്നു, മന്ത്രിമാരെയും ക്ഷണിച്ചിരുന്നു. അപ്പൊ വ്യക്തമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളോടുകൂടി ലോങ് റണ്ണിൽ ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുക, ഈ ഭീഷണിയെ നമുക്ക് എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചനകൾ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെയാണ് ഈ കാര്യത്തിൽ മർമ്മപ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വം. നിലവിൽ തന്നെ പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റീസ് ടു അനിമൽസ് എന്ന് പറഞ്ഞൊരു നിയമം കേന്ദ്രത്തിൽ നിലവിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അനിമൽ വെൽഫെയർ ബോർഡും രൂപീകൃതമായിട്ടുണ്ട്. അപ്പൊ ഇത് നിലവിലുള്ളത് കൊണ്ട് മൃഗങ്ങളെ കൊല്ലാൻ വേണ്ടി പാടില്ല. ഓരോ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്നില്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു തരത്തിലുള്ള ആഫ്റ്റർ ഇഫക്റ്റ് ഭൂമിയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്ക് ഈ നായ്ക്കളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി കഴിയില്ല. ആക്രമണ സ്വഭാവം, അതെ, യെസ്, ഫെറോഷ്യസ് ആൻഡ് ഡേഞ്ചറസ്. അതെ, കുറെയൊക്കെ നടക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. ഇതൊന്നും നമുക്ക് പരസ്യപ്പെടുത്തി ചെയ്യാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഒരു നായയെ കൊന്നു എന്ന് കരുതുക, ഏതെങ്കിലും ഒരു മൃഗസ്നേഹി പോയിട്ടൊരു കേസ് ഫയൽ ചെയ്യാണ്. ആ നായ അങ്ങനെ വലിയ അപകടകാരി ആയിരുന്നില്ല, ആരെയും അത് കടിച്ചതായിട്ട് തെളിവില്ല, അങ്ങനത്തെ ഒരു നായയാണ് ഇവർ കൊന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് പോയാൽ ഇതിന് നേതൃത്വം നൽകിയ ആളാണ് പ്രയാസപ്പെടുക.
അപ്പൊ ഇതിനൊരു പക്ഷെ ഇത്തരം ക്യാമ്പയിനുകൾക്ക് ഒരു പക്ഷെ ക്യാമ്പയിൻ പരസ്യപ്പെടുത്താമെങ്കിലും ഇതിലൂടെ നിർവഹിക്കപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് അത്ര അങ്ങനെ പരസ്യപ്പെടുത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് ഇപ്പോൾ. ഈ കവടിയാറിൽ കടിച്ച നായ്ക്കൾക്ക് പേവിഷബാധ ഉണ്ട് എന്ന് 2 മാസം മുമ്പ് റിപ്പോർട്ട് പാലോട് ലബോറട്ടറിയിൽ നിന്ന് മേയർക്കടക്കം കിട്ടിയിട്ടുണ്ട്. അതിന്മേൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? അന്ന് തന്നെ ആ നായ്ക്കളെ പിടികൂടാൻ പറ്റിയിരുന്നില്ല. ആക്രമണകാരികളായി നായ്ക്കളെ പിടികൂടരുന്നോ കൊല്ലരുന്നോ ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അധികാരവർഗം എന്നുള്ള ചോദ്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അത് മേയറുടെ പേവിഷബാധ വന്ന നായ്ക്കളെ കൊല്ലുക തന്നെയാണ് ചെയ്തത്. അത് ഞങ്ങളുടെ ലാബോറട്ടറിയിൽ ഞങ്ങളുടെ ഡോക്ടർമാർ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചാണ് പേവിഷബാധ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത്. അതനുസരിച്ച് ആ നായ്ക്കളെ കൊല്ലുക തന്നെയാണ് ചെയ്തത്. നിയമം അനുശാസിക്കുന്ന നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. ആ നായ്ക്കളെ അങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്തത്. ഇപ്പൊ തുടർന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് പരസ്യമായി ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പൊ പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ടെക്നോ പാർക്കിൽ നിന്ന് ഞങ്ങൾ കഴിഞ്ഞ 1 മാസം മുമ്പ് 36 നായ്ക്കളെ പിടികൂടി. അപ്പൊ അവിടുത്തെ ഒരു കൂട്ടം ജീവനക്കാർ തന്നെ വന്ന് ഞങ്ങളെ തടഞ്ഞു. അവിടുത്തെ ഡോഗ് സ്ക്വാഡിന്റെ വാഹനം തടഞ്ഞ് നിങ്ങൾ എത്ര നായ്ക്കളെ കൊണ്ടുപോകുന്നു എന്ന് ഞങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരണം, അത് തിരിച്ച് ഇപ്പൊ കൊണ്ടുവരുമെന്ന് ഇപ്പൊ പറയണം എന്നുള്ള നിലയ്ക്ക് നിർബന്ധി പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ കാണണം. അവരെ വല്ലാണ്ട് ചെറുക്കുകയാണ്. അപ്പൊ ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം കൗൺസിലർമാരുടെ മീറ്റിംഗ് കൂടി ഈ ഡോഗ് സ്ക്വാഡിനും അതിന്റെ ഹെൽത്ത് ഓഫീസർമാർക്കും ആവശ്യമായിട്ടുള്ള ഒരു സഹായവും ഒരു പ്രതിരോധവും കൂടി നൽകണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സർക്കാരിന്റെ കാലത്ത് തന്നെ ഒരു സർവ്വയോഗം ചേർന്നിട്ട് ഈ അക്രമകാരികളായ നായ്ക്കളെ കൊല്ലണമെന്ന് തീരുമാനിച്ചിരുന്നതാണ്. അന്ന് നിർദ്ദേശം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രേഖാമൂലം നൽകുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഒഴിഞ്ഞു മാറുന്നത് ഇതൊരു രേഖാമൂലം അറിയിപ്പ് കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും അത് രേഖാമൂലം തന്നെ നൽകും. ഇന്നതിനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഡേഞ്ചറസ് ആയിട്ടുള്ള പക്ഷെ നമുക്ക് കോടതിയുടെ നിലവിലുള്ള നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടേ നമുക്കത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇവയെ പരസ്യമായിട്ട് നമ്മൾ സാധാരണ കുടുക്കിട്ട് വലിച്ച് കൊല്ലുന്നത് പോലെ ഒന്നും നമുക്ക് കൊല്ലാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ നമുക്ക് ഉത്തരവ് ഇറക്കാൻ വേണ്ടി സാധിക്കില്ല. ഇതിനൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. ഒരു ഇഞ്ചക്ഷൻ നടത്തിയിട്ടേ കൊല്ലാൻ വേണ്ടി പാടൂ, ഒരു മേഴ്സി കില്ലിംഗ് പോലെ നടത്താൻ വേണ്ടി പാടൂ എന്ന് പ്രത്യേകം നിയമത്തിൽ നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ എന്തായാലും ചെയ്തിരിക്കണം എന്ന് വ്യക്തമാക്കുന്ന ഉത്തരവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകും. മേയറോട് ഒരു ചോദ്യം. നമ്മുടെ പേട്ടയിൽ ABCക്ക് വേണ്ടി ഒരു കേന്ദ്രം 2 മാസമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത്. ഡോക്ടർമാരില്ല, കരാർ അടിസ്ഥാനത്തിലാണ് ഡോക്ടർമാരെ നിയമിച്ചിട്ടുള്ളത്. കാശ് കൊടുക്കുന്നില്ല, അവരങ്ങോട്ട് ചെല്ലുന്നുമില്ല. എന്ത് ചെയ്യണം? അവിടെ നിലവിൽ 3 ഡോക്ടർമാരാണ് ഉള്ളത്. അതിൽ 2 ഡോക്ടർമാർ നിലവിലുണ്ട്. ഒരാൾ അസുഖബാധിതനായി ലീവിലാണ്. അപ്പോൾ ആ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്നലെ അടിയന്തര മീറ്റിംഗ് കൂടി ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരെയും അതുപോലെ തന്നെ നമ്മുടെ വെറ്റിനറി ഡോക്ടർമാരുടെ സംഘടന അവർക്കും കത്ത് നൽകിയിട്ടുണ്ട്. സന്നദ്ധ സേവനം നടത്താൻ താല്പര്യമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് അവരും സഹകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അത്യാവശ്യം മരുന്നും മറ്റ് ഉപകരണങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടിയും തീരുമാനവും ഇന്നലെ എടുത്തിട്ടുണ്ട്. വകുപ്പുകളുടെ ഒരു കോർഡിനേഷൻ സംബന്ധിച്ചാണ് 2014-13-14 ഈ 2 ഫിസിക്കലായിട്ട് മൃഗസംരക്ഷണ വകുപ്പ് 1 കോടി രൂപ മുടക്കി ഈ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡോഗ്സിനെ എല്ലാം വാക്സിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീണ്ടും സെയിം പ്രോജക്റ്റിൽ 1 കോടി രൂപ മുടക്കി ചെലവഴിച്ചു. നമ്മുടെ റിവൈസ്ഡ് റേറ്റ് അനുസരിച്ച് ₹775 ആണ് പെർ ഡോഗ്. പലപ്പോഴും ലോക്കൽ ബോഡീസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള തുക കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സിനെ ഒരു ബോഡി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതിനപ്പുറം ഒരു റെസ്പോൺസിബിൾ ഓണർ ആണെങ്കിൽ കൃത്യമായി തന്നെ കൊണ്ടുപോയി സ്വന്തം ചെലവ് ചെയ്യിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൗജന്യമായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ ഈ 1 കോടി രൂപ മുടക്കി 87,600 സംതിങ് ആയിരുന്നു ആ രേഖകളിലുള്ളത്. ഇപ്പോൾ 2 ലക്ഷം കവർ ചെയ്തെന്ന് പറയുന്നു. ഈ ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സിനാണോ സാർ നമ്മുടെ ഈ റിസോഴ്സസ് സ്പെൻഡ് ചെയ്യപ്പെടേണ്ടത്? അല്ല, അത് ഒരിക്കലും അല്ല. അത് അവയെ വളർത്തുന്ന ആളുകൾ തന്നെ അതിന് മുൻകൈ എടുത്ത് ചെയ്യും. പക്ഷേ തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരം പദ്ധതികൾ കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടത്. അതിലൊരു സംശയമില്ല. ഈ റിട്ടയർഡ് വെറ്റിനറി അസോസിയേഷൻ അവരുടെ ഒന്നും സർവീസ് ഇതുവരെ ഗവൺമെന്റ് തീർച്ചയായിട്ടും
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് പണം ഇതിനായിട്ട് വിനിയോഗിക്കാമെന്ന് പുതിയ ഉത്തരവിൽ പറയുകയാണ്. whatever may be the amount. Yeah. കാരണം ഇതിനെ ഫേസ് ചെയ്യാൻ നമുക്ക് അങ്ങനെ ഒരു നിജപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി കഴിയില്ല. ഒരുപക്ഷെ ഒരു സ്ഥലത്ത് കൂടുതൽ നായ്ക്കളുണ്ടെങ്കിൽ നമ്മൾ നിജപ്പെടുത്തി കൊടുത്താൽ അവർക്ക് ആ പണമല്ലേ ചെലവഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ആവശ്യാനുസരണം പ്ലാൻ ഫണ്ടിൽ നിന്ന് ഇതിനായിട്ട് പണം വിനിയോഗിക്കാം. ഓൺ ഫണ്ടിൽ ഇല്ലെങ്കിലും പ്ലാൻ ഫണ്ട് പ്രയോജനപ്പെടുത്തി ഇത് ചെയ്യാം. ABC പ്രൊജക്ടുകൾ നടത്താം. ക്വാളിഫൈഡ് പീപ്പിളിന്റെ ഒരു പ്രശ്നമുണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞത്, വെറ്റിനറി കോഴ്സുകൾക്ക് പഠിക്കുന്ന ലാസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ ഈ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്താം. അവരുടെ സേവനം, ഒരു സ്റ്റൈപ്പൻഡ് എന്തെങ്കിലും അവർക്ക് നിശ്ചയിച്ച് നൽകുക. ഹൗസ് സർജൻസി പോലെ MBBS പഠിക്കുമ്പോൾ ഹൗസ് സർജൻസി പോലെ അവർക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് കൊടുത്ത് അവരുടെ സേവനം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ സാധ്യത നമ്മൾ ഇപ്പം തന്നെ അതിനൊക്കെ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാവും. തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ഇത് നിയന്ത്രിക്കേണ്ട ചുമതല. പക്ഷേ ഇത് ഈ നായ്ക്കൾ വളർന്നു പെരുകാനുള്ള ഒരു സാഹചര്യം എടുക്കുന്നത് മിക്കവാറും തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിപ്പെടുന്നതിന് മാലിന്യങ്ങൾ കുന്നുകൂടുന്ന ഒരു സാഹചര്യം, ഇറച്ചി മാലിന്യങ്ങൾ ഇതെല്ലാം തള്ളുന്ന സാഹചര്യം. ഇത് നിയന്ത്രിക്കാതെ ഇതിൽ ABC പ്രോഗ്രാം കൊണ്ട് മാത്രം ശാശ്വത പരിഹാരം ഉണ്ടാകും? ഒരിക്കലുമില്ല. നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടി ഈ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാരെയും അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികളെയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും മാത്രം പഴിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന പൊതുസമൂഹം ഇക്കാര്യത്തിലൊരു ഉണർവ് അവരിൽ ഉണ്ടായില്ലെങ്കിൽ, പൗരബോധം ഉണർന്നില്ലെങ്കിൽ ഈ പ്രശ്നം നമുക്ക് വേണ്ടതുപോലെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. മാലിന്യങ്ങൾ പൊതുനിരത്തുകളിൽ ഉപേക്ഷിക്കാതിരിക്കുക, പ്രത്യേകിച്ച് മാംസമാലിന്യങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക. റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ, വീടുകൾ, ഇതൊക്കെ തന്നെ ഇതിൻ്റെ പരിധിയിൽ വരേണ്ടതായിട്ടുണ്ട്. അപ്പം ഞങ്ങളിന്ന് സംസാരിക്കുകയായിരുന്നു, ഹോട്ടലുകൾ ഒരുപാട് നാട്ടിൻപുറങ്ങളിലോ അല്ലെങ്കിൽ റോഡ് സൈഡുകളിലൊക്കെ ഇപ്പോൾ ഫാസ്റ്റ് ഫുഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്നും ഒരു സംവിധാനവും മാലിന്യ സംസ്കരണത്തിന് അവരാരും ഒരുക്കിയിട്ടില്ല. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് ഇനി നേരിടാൻ വേണ്ടി കഴിയുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അവരവരുടെ ഒരു ഹോട്ടൽ നടത്തുന്ന ആൾക്ക് അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് സംസ്കരിക്കാനുള്ള സംവിധാനം, ആ ഹോട്ടലിൻ്റെ സമീപത്ത് ഒരു പക്ഷേ കെട്ടിടം അദ്ദേഹത്തിൻ്റെതാവില്ല, സ്ഥലം അദ്ദേഹത്തിൻ്റെതാവില്ല, അദ്ദേഹം വാടകയ്ക്കെടുത്തതാകാം സ്ഥലം. പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെങ്കിലും അദ്ദേഹത്തിന് ആ ഹോട്ടലിൽ ബാക്കിയാകുന്ന സാധനങ്ങൾ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ലൈസൻസ് പുതുക്കി കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിലയിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. അതല്ല എങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് നമ്മളുടെ നഗരപ്രദേശങ്ങൾ പ്രത്യേകിച്ച് അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ കാര്യം, ഉറവിടത്തിൽ മാലിന്യം സംസ്കരിക്കുന്ന നടപടികളാക്കുന്നത് അത് വലിയൊരു പ്ലാന്റ് സംവിധാനമില്ല. പക്ഷെ എല്ലാവർക്കും വീടിന്റെ വളത്തിൽ ഇത് സംസ്കരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ മാലിന്യ സംസ്കരണം പ്രാവർത്തികമല്ല. ഈ പറഞ്ഞ പോലെ ഹോട്ടൽ ഉടമയ്ക്ക് ഇത്രയും ബൾക്കായിട്ട് വരുന്നത് അവരുടെ വീടിന്റെ പരിസരത്ത് ചെയ്യാൻ പറ്റും. അല്ല, ബൾക്കായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടൽ ആരംഭിക്കുമ്പോൾ അതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കുക എന്നുള്ളത് ആ ഹോട്ടൽ മാനേജ്മെന്റിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. ഒരു ഹോസ്പിറ്റൽ ആരംഭിക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ, വാട്ടർ ട്രീറ്റ്മെന്റിനുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഒരുക്കണം. ഓരോരുത്തരും ഉപേക്ഷിക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ സംസ്കരിക്കാനുള്ള ഉത്തരവാദിത്തം എങ്ങനെയാണ് നമ്മൾ സർക്കാരിനെ ഏൽപ്പിക്കുക? സർക്കാർ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ പൊതുസമൂഹത്തിന്റെ ഭാഗം തന്നെയാണല്ലോ. നമുക്ക് കേന്ദ്രീകൃതമായിട്ടുള്ള മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് കേരളത്തിൽ ഇനി അസാധ്യമാണ്. ഒരാളും വേറൊരു പ്രദേശത്തെ മാലിന്യങ്ങൾ തങ്ങളുടെ പ്രദേശത്ത് കൊണ്ടുവന്ന് തള്ളാനുള്ള നടപടിയോട് യോജിക്കുമെന്ന് തോന്നുന്നില്ല. എവിടെയും പ്രതിരോധവും പ്രതിഷേധവുമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, വളപ്പിൽശാലയിലൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. പിന്നെ ബലാത്കാരം, ആളുകളെ തച്ചൊതുക്കി ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ കൊണ്ടുപോകുന്നതിനോട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല. വികേന്ദ്രീകൃതമായി മാലിന്യം സംസ്കരിക്കുക, അത് മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ള പോംവഴി. ഒരുപാട് മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുമായിട്ട് പല ഏജൻസികളും സർക്കാരിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറ്റവും
ഡീസെൻട്രലൈസ്ഡും സമീപിച്ചിട്ടുണ്ട്, സെൻട്രലൈസ്ഡും സമീപിച്ചിട്ടുണ്ട്. പക്ഷെ സെൻട്രലൈസ്ഡ് അവർ പറയുന്നത് ഇപ്പൊ ജപ്പാനിൽ നിന്ന് അവരുടെ ഒരു സംഘം വന്നിരുന്നു. വേസ്റ്റ്, അതെ, ഈ വേസ്റ്റുകളെ മുഴുവൻ എനർജിയാക്കി മാറ്റുവാനുള്ള ഒരു പദ്ധതി. അതിനവർക്ക് ആകെ 10-20 സെന്റ് സ്ഥലം മതി. ഒരു പാർക്ക് രൂപത്തിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യും. അവരതിൻ്റെ പണം മുടക്കും. 3 വർഷം അവർ റൺ ചെയ്ത് നമുക്കത് കാണിച്ചു തരും, നമുക്ക് ബോധ്യപ്പെടുത്തി തരും ഇത് ഒരു പ്രശ്നവും ഇല്ലാതെ നടത്താൻ കഴിയുന്ന സംവിധാനമാണ് എന്ന്. ഞങ്ങൾ ആ ഏജൻസിയോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്കൊരു ചെലവുമില്ല. കഴിഞ്ഞ സർക്കാരിന്റെ എല്ലാ സക്സസ്ഫുൾ മോഡൽ നോട്ട് കഴിഞ്ഞ 5 വർഷം ഈ ജാപ്പനീസ് സാധനം അവര് നടത്തുന്നതിന്റെ ഇതുപോലെ സമാനമായിട്ടുള്ളത് മറ്റു പ്രദേശങ്ങളിൽ നടത്തുന്നത്, അവരുടെ നാട്ടിൽ നടത്തുന്നതിന്റെ ക്ലിപ്പിംഗ് ഒക്കെ ഞങ്ങൾ കണ്ടിരുന്നു. അങ്ങനല്ല, നമ്മൾ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പൈസയും ഇല്ലാതെ അവരതിന്റെ 10-20 കോടി രൂപയോളം വരും, 25 കോടി രൂപയോളം വരും. അത് അവർ ഇൻവെസ്റ്റ് ചെയ്യും. അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതൊരു പാർക്ക് രൂപത്തിൽ ഒരു തരത്തിലുള്ള സ്മെല്ലുമില്ലാതെ എങ്ങനെ സംസ്കരിക്കുന്നു എന്നുള്ളത് അവർ നമുക്ക് ബോധ്യപ്പെടുത്തി കാണിച്ചു തരും. സർക്കാർ അത് ഗൗരവപൂർവ്വം ആലോചിക്കുന്നുണ്ട്. അതൊന്ന് കൊച്ചിയിൽ ഒരു പൈലറ്റ് എന്നുള്ള നിലക്ക്, പ്രൊജക്ട് എന്നുള്ള നിലക്ക് അത്തരത്തിലുള്ള ഒരു സംവിധാനം ആരംഭിക്കുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ട്. ബ്രഹ്മപുരത്തുള്ള പ്രൊജക്റ്റിനെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങളും നിലനിൽക്കുന്നുണ്ടല്ലോ. പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ വലിയ പ്രതിഷേധവുമായിട്ട് ഇപ്പൊ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. IMA അവിടെ ഒരു മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനുള്ള സംവിധാനം ഒരുക്കുന്നതിനെ കുറിച്ചിട്ട് ആലോചിച്ചിരുന്നു. പക്ഷെ IMAക്ക് അത് ഇന്ന് വരെ ഒരുക്കുന്നതിനുള്ള സ്ഥലം അനുവദിച്ചു കൊടുക്കാൻ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാരണം ആ പ്രദേശത്തിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ പറയുന്നത് ഇവിടെ കുമിഞ്ഞു കൂടി കിടക്കുന്ന ഈ മാലിന്യങ്ങൾ സംസ്കരിച്ചതിന് ശേഷം മതി ഇനി പുതിയ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നീക്കങ്ങളെന്നാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇത് ടൗണിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണെന്നാണ് ഇവർ പറയുന്നത്. ഈ ജാപ്പനീസ് മോഡൽ ടൗണിലൊക്കെ ചെയ്യാവുന്നതാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്കൊരു പരീക്ഷണം എന്നുള്ള നിലക്ക് നമുക്ക് പൈസ വിട്ട് ചെലവും വരുന്നില്ല, അവർ കാണിച്ചു തരട്ടെ. അപ്പൊ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇത് സക്സസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മറ്റു പ്രദേശങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം. അപ്പോൾ അവരതിൻ്റെ എല്ലാ ടെക്നിക്കൽ സപ്പോർട്ട് തരും. മറ്റു തരത്തിലുള്ള മെഷീനറിയുടെ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിന് പേയ്മെന്റ് നടത്തണം. അല്ല, ഇലക്ട്രിസിറ്റി അല്ല ജനറേറ്റ് ചെയ്യുന്നത്. അവർ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മറ്റൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഇതിനെ രൂപപ്പെടുത്തിയെടുക്കണം. ഇപ്പൊ തന്നെ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വരുന്ന വർഷത്തെ പ്രൊജക്റ്റുകളുടെ വ്യവസ്ഥകൾ, അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിശ്ചയിച്ച് നൽകി കഴിഞ്ഞു. അതിൽ 10% ടോട്ടൽ പ്ലാൻ ഫണ്ടിന്റെ 10% മാലിന്യ സംസ്കരണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കണമെന്ന് നിബന്ധന വെച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റീവ് സെക്ടറിൽ 30%, അതിൽ 10% വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം എന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. നമുക്ക് അത് ആലോചിക്കേണ്ടി വരും. നമുക്ക് അല്ലാതെ എന്ത് ചെയ്യും? ഇപ്പൊ പുതിയതായിട്ട് ഹോട്ടലുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരോട് അതിന്റെ സംവിധാനം ഒരുക്കാൻ വേണ്ടി പറഞ്ഞാൽ നേരത്തെ തന്നെ തറയിടുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതിന് ശേഷം അതിന്റെ മുകളിൽ തറയിട്ട് ഹോട്ടലുകൾക്ക് ആവശ്യമായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ ഇനി മേലിൽ പണിയാം. പക്ഷെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലുകൾ, അവിടുത്തെ വേസ്റ്റ് അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പൊ ലൈസൻസിങ് അതോറിറ്റി ആ വേസ്റ്റ് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു നിരീക്ഷണം നടത്തേണ്ടതുണ്ട്. ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇതുവരെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അതൊരു ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വന്നിട്ടില്ല. ഇപ്പൊ
നമുക്ക് എല്ലാ നായ്ക്കളെയും പട്ടികളെയും മുഴുവൻ പിന്നെ കൊന്നൊടുക്കാൻ വേണ്ടി കഴിയില്ല. കാരണം അവക്കും അവയുടേതായിട്ടുള്ള ജീവിത ധർമ്മങ്ങളുണ്ട്. സ്റ്റെറിലൈസേഷൻ തീർച്ചയായിട്ടും അത് ശരി തന്നെ. അന്വേഷിക്കാം, നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അന്വേഷിക്കാം. അല്ല, ഞാൻ പറയട്ടെ, ഇതൊക്കെ ഇപ്പൊ ഞാൻ പറയാണ് അന്വേഷിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അതായിരിക്കും വലിയൊരു പ്രശ്നം. അപ്പൊ ഇതൊരു അല്ല, ഇങ്ങനെ ഒന്നും ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുന്നു, സർക്കാർ സമ്മതിക്കുന്നു. അത് ആളുകളിൽ വലിയ തരത്തിലുള്ള മറ്റു ഭയവിഹ്വലതകൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു അഭിപ്രായം കേൾക്കുന്നു, അതേക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. അതിൻ്റെ ഒരു സാധ്യത ഒന്നും നമുക്ക് എനിക്കതിൻ്റെ ഒരു പിന്നെ എന്താ പറയാ, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആന്റി റാബിക് വാക്സിൻ ചെലവാകുന്നതാണ് റിപ്പോർട്ട്സ്. അത് പിന്നെ അതേ കുറിച്ചിട്ട് ആലോചിക്കാവുന്നതാണ് നമുക്ക്. പക്ഷെ നമ്മൾ ഒരു അങ്ങനെ പറഞ്ഞ് പിന്നെ ഇതൊരു വലിയ ഇപ്പോൾ തന്നെ ആളുകൾ വലിയ ഭയപ്പാടിലാണ്. ഇതും കൂടി നമ്മളുടെ ഭാഗത്ത് നിന്ന് അതേക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. അല്ല, നിങ്ങളുടെ നമുക്കിപ്പോ വളരെ ദാരുണമായ ഒരു മരണം നമ്മളുടെ മുന്നിൽ നടന്നു. അതോടുകൂടിയിട്ടാണ് ഇതിപ്പോ വലിയൊരു വിഷയമായിട്ട് വന്നത്. സത്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ അവരുടെ ഒരു ഉത്തരവാദിത്വം ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഇതിൻ്റെ ഒരു അഭാവത്തിൽ ചെയ്യുകയാണെന്ന് കരുതുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇത് തെരുവ് നായ്ക്കൾക്കെതിരായിട്ടുള്ള വലിയ അതിക്രമം, ഭരണകൂട ഭീകരത എന്നൊക്കെ പറഞ്ഞു കണ്ട് അവതരിപ്പിക്കാനും ആളുകൾ ഉണ്ടാവും. അല്ല, ഈ ചോദിച്ചതിനൊരു കാരണമുണ്ട്. ഒരു മേയർ, ഞാൻ ആരെയും പറഞ്ഞത്, ഒരു മേയർ എന്നെ കൊണ്ട് പറ്റത്തില്ല കോടതി പോകാനും ജയിലിൽ പോകാനും പോയി മന്ത്രിയോട് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും സാധിക്കില്ല. സ്റ്റെപ്പ് അല്ല, അതിനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഇപ്പൊ നമ്മളാണല്ലോ ഉത്തരവ് നൽകുന്നത്. ഭാഗികമായിട്ട് അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഉൾപ്പെടെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയാലേ നമുക്ക് ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ വേണ്ടി കഴിയുള്ളൂ. മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കതിന്റെ പിന്നെ റെപ്രിക്കഷൻസ് ഒന്നും ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് ഞാൻ പറയാ. അപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേലധികാരികളും അങ്ങനെ പറയും, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ പറയും. അതുകൊണ്ടാണ് നമ്മൾ വ്യക്തമായിട്ടുള്ളൊരു നിർദ്ദേശം സർക്കാർ ഉത്തരവെന്നുള്ള രൂപത്തിൽ തന്നെ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. തെരുവ് നായ്ക്കളുടെ ശല്യം ശക്തമായ സാഹചര്യത്തിൽ അക്രമകാരികളായ നായ്ക്കളെ കൊന്നൊടുക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ.ടി. ജലീൽ പറഞ്ഞു. മരുന്ന് ഉപയോഗിച്ച് കുത്തിവെച്ചു കൊല്ലാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് സജ്ജീകരണങ്ങളും ആക്രമണങ്ങൾ അടക്കം തടയുന്നതടക്കമുള്ള കാര്യങ്ങളും വളരെ വേഗം തന്നെ അടിയന്തരമായി തന്നെ ചെയ്യുമെന്നും മന്ത്രി ഉറപ്പ് നൽകി.